നല്ലൊരു ജോലി, സ്ഥിരമായിട്ടുള്ള വരുമാനം, സമ്പാദ്യം, കാറ്, വീട്, ഇങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് നടക്കാറില്ല. നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമല്ല ഇത്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. പക്ഷെ എന്നിട്ടും പലരുടെയും ജീവിതത്തിൽ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു മാറ്റവും സംഭവിക്കാറില്ല. അതായത് കാണുന്ന സ്വപ്നങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പരാജയപ്പെടുകയാണ്. ബുദ്ധിയും കഴിവും ഉണ്ടായിട്ടും പലരും പ്ലാനിങ്ങിൽ മാത്രം എന്തുകൊണ്ടാണ് ഒതുങ്ങി പോണത്? എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്? മടിയാണോ ഇതിന് പിന്നിലുള്ള കാരണം? പലരും വിചാരിക്കും മടി കൊണ്ടാണ് നമ്മൾ വിചാരിച്ച പലതും നടക്കാത്തതെന്ന്. പക്ഷെ മടി മാത്രല്ല, ഇതിന് പിന്നിൽ മനഃശാസ്ത്രപരമായിട്ട് ചില കാരണങ്ങളുണ്ട്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയവരാണ് നിങ്ങളെങ്കിൽ ആദ്യം അതിന് പിന്നിലുള്ള കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയൂ. ആദ്യത്തെ കാരണം ചതി, നമ്മുടെ മനസ്സിൻ്റെ ചതി. മനസ്സ് ചില സമയങ്ങളിൽ നമ്മളെ ചതിക്കും. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിന് കഴിയാറില്ല. നമ്മളൊരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാറ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡോപ്പാമിൻ ഉൽപ്പാദിക്കപ്പെടുകയാണ്. സാധാരണ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുത്തതിന് ശേഷമാണ് ഉൽപ്പാദിക്കപ്പെടേണ്ടത്. പക്ഷെ നമ്മളത് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഹോർമോൺ അവിടെ ഉൽപ്പാദിക്കപ്പെടുകയാണ് ചെയ്യണത്. ഇവിടെയാണ് ആ ചതി നടക്കുന്നത്. അതായത് നമ്മളൊരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സങ്കല്പത്തിന് മനസ്സ് പ്രാധാന്യം കൊടുക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് പോലും വെക്കാതെ തന്നെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിശ്വസിപ്പിക്കും. ലക്ഷ്യത്തിലെത്തുമ്പോൾ കിട്ടേണ്ട സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, അത് വെറുതെ ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുമ്പോൾ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആവേശം അതോടെ ഇല്ലാതാവും. പരാജയ ഭയം, പരാജയപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രം പലരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെറും പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി പോവാറുണ്ട്. തൻ്റെ പ്ലാനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കണ മുറിവാണ്. തൻ്റെ കഴിവുകേട് കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിനേക്കാൾ താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് വിശ്വസിക്കാനാണ് ഇവർക്കിഷ്ടം. തൻ്റെ സ്വപ്നം തകരുന്നത് കാണാനുള്ള പേടി കൊണ്ട് തൻ്റെ സ്വപ്നത്തെ വെറും സ്വപ്നം മാത്രമായി സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്നവരാണ് ഇവർ. പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും തുടങ്ങുന്നതിന് മുൻപ് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാവാൻ വേണ്ടി കാത്തിരിക്കും. കയ്യിൽ കുറച്ചുകൂടെ പണം വരട്ടെ, കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കട്ടെ, സമയം കുറച്ചുകൂടെ നന്നാവട്ടെ, ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞ് 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ കാത്തിരുന്ന് അവരുടെ വിലപ്പെട്ട സമയം കളയുകയും ചെയ്യും. ആ സ്വപ്നം ഒരിക്കലും നടക്കുകയില്ല. ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന അയാൾ അറിയാതെ തന്നെ അയാളുടെ മാനസിക ഊർജം നഷ്ടപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോണ തടസ്സങ്ങളെക്കുറിച്ചും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇവർ അമിതമായി ചിന്തിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വളരെ പരിമിതമായ ഊർജം മാത്രമേ ഉള്ളൂ. നമ്മൾ അമിതമായി ചിന്തിച്ചാൽ ഈ ഊർജം മുഴുവൻ തീർന്നു പോകും. പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോഴേക്കും മാനസികമായും ശാരീരികമായും ആ വ്യക്തി തളർന്നു പോയിട്ടുണ്ടാവും. പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതോടെ ഒന്നുകിൽ ആ ആഗ്രഹം അവിടെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് നീട്ടിവെക്കും. നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു ആ ഒരു പരിധിക്കപ്പുറം പോകാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അനുവദിക്കില്ല. ഞാനൊരു മടിയനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് എന്ത് പ്ലാൻ ചെയ്താലും അത് നടക്കില്ല. കാരണം അയാൾ അറിയാതെ തന്നെ അയാളെ ആ മടിയിലേക്ക് അയാളുടെ മനസ്സ് കൊണ്ട് ചെന്ന് എത്തിക്കും. ഞാനൊന്നും കൃത്യസമയത്ത് ചെയ്യാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തൻ്റെ ലൈഫ് ഒരിക്കലും അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാനൊരു എഴുത്തുകാരനാവണം എന്ന് പറയുന്നതിനേക്കാൾ ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് വിശ്വസിക്കുക. അതോടെ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് മാറാൻ തുടങ്ങും.
ലക്ഷ്യം നേടുക എന്നതിനേക്കാൾ പ്രധാനം ആ ലക്ഷ്യം നേടാനുള്ള അർഹതയുള്ള ഒരാളായി മാറുക എന്നതാണ്. പ്രയത്നത്തിനേക്കാൾ കൂടുതൽ സാധ്യതകളെ സ്നേഹിക്കുക. ലക്ഷ്യത്തിലേക്കുള്ള വഴി അത്രയ്ക്ക് സുഖമുള്ളതല്ല. അതിന് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പലർക്കും വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിലേക്കുള്ള വഴി ഇഷ്ടമല്ല. ഹാർഡ് വർക്കിനേക്കാൾ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം മനസ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് പലരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്നത്. കഴിവില്ലാത്തത് കൊണ്ടല്ല നമ്മളിൽ പലരും പരാജയപ്പെടണത്, മനസ്സിനെ അതിജീവിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ലക്ഷ്യത്തിലെത്താൻ ആവശ്യം ആവേശമല്ല, അച്ചടക്കാണ്. സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അതിനെ യാഥാർത്ഥ്യമാക്കാൻ വളരെ കുറച്ചു പേർക്ക് പറ്റാറുള്ളൂ. കഴിവല്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തടയുമ്പോഴും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് വെറുതെ സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിച്ചു തുടങ്ങാം. ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ് വലിയ മാറ്റത്തിന്റെ തുടക്കം. സ്വപ്നങ്ങളെ വെറും സങ്കല്പമായി മാത്രം അവശേഷിപ്പിക്കണോ അതോ യാഥാർത്ഥ്യമാക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.